ഹൈ സ്റ്റുഡൻസ്, നമ്മളിപ്പോൾ നോക്കിയ മോൾ അനാലിസിസ് ഇക്വേഷൻ, നേരത്തെ കണ്ട മോൾ അനാലിസിസ് ഇക്വേഷൻ ഉപയോഗിച്ച് ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതിന് രണ്ട് പാർട്സ് ഉണ്ട്. ആദ്യത്തെ പാർട്ടാണ് നമ്മളിപ്പോൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? അയൺ ബേൺസ് ഇൻ ഓക്സിജൻ ടു പ്രൊഡ്യൂസ് ഫെറിക് ഓക്സൈഡ്. അയണിന്റെ രണ്ട് ഓക്സൈഡ്സ് ഉണ്ട്, ഫെറസ്, ഫെറിക് ഓക്സൈഡ് according to equation. Given equation is 4Fe solid plus 3O2 in gas phase giving you 2Fe2O3 in solid phase. Right? ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. എന്നിട്ട് എ പാർട്ട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നു what weight of iron produces 64 grams of iron oxide. Right? ഇതാണ് തന്നേക്കുന്നത്. 24 ഗ്രാം ഇതിന്റെ ഉണ്ടെങ്കിൽ ഇതിന്റെ എത്ര വെയിറ്റ് ഉണ്ടെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. വെയിറ്റിന് നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ വെയിറ്റ് കിട്ടും. റൈറ്റ്? സാമ്പിൾ വെയിറ്റ് കിട്ടും. നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ വെയിറ്റ് ചെയ്യുമ്പോൾ അയണിന്റെ മോളാർ വെയിറ്റ് 56 grams. Fe2O3യുടെ മോളാർ വെയിറ്റ് എന്തായിരിക്കും? 52 into 2, 56 into 2, 112 plus 16 into 3, 48, 160 മോളാർ മാസ് ആയിരിക്കും. അപ്പോ ഇതിനെ എങ്ങനെ വേണേലും ചെയ്യാം. മാസ് അനാലിസിസ് ഉപയോഗിച്ച് ചെയ്യാം. ആ മെത്തേഡ് ഞാൻ ചെയ്യുന്നതായിരിക്കും. അതല്ലാതെ മോൾ അനാലിസിസ് നമ്മൾ പഠിച്ച മെത്തേഡ് ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ആദ്യം മോൾ അനാലിസിസ് വെച്ചൊന്ന് ചെയ്തു നോക്കാം, എന്നിട്ട് മാസ് മെത്തേഡ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് വേണ്ട സാധനം എന്താണ്? ഇതാണ്. നമുക്ക് തന്നേക്കുന്ന സാധനം എന്താണ്? ഇതാണ്. അപ്പൊ അതിനനുസരിച്ച് മോൾ അനാലിസിസ് ഇക്വേഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ our മോൾ അനാലിസിസ് ഇക്വേഷൻ will be number of moles of Fe divided by 4 equal to number of moles of Fe2O3 divided by 2. Right? അപ്പോ നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe is equal to നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe2O3 into 2. ഇതിനെ POAC എന്നും പറയും, ആറ്റംസ് കൺസേർവ്ഡ്. അയണിന്റെ ഒരു ആറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് രണ്ട് ആറ്റം ഉണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ ഒരു ഫോർമുല യൂണിറ്റ് അല്ലേ കിട്ടൂ. അപ്പം പകുതിയാണ് അയൺ എത്രയുണ്ടോ അതിന്റെ പകുതിയാണ് Fe2O3. അതുകൊണ്ട് Fe2O3യുടെ ഡബിൾ ആയിരിക്കും അയൺ. റൈറ്റ്? അപ്പോ നമുക്ക് നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe2O3 കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe2O3 is weight divided by molar weight which is equal to 64 divided by 160. 56 into 2 plus 16 into 3. അപ്പൊ ഇത് നമുക്ക് കിട്ടും 0.4. റൈറ്റ്? അപ്പോ Feയുടെ നമ്പർ ഓഫ് മോൾസ് എന്തായിരിക്കും? നമ്പർ ഓഫ് മോൾസ് ഓഫ് Fe is 2 into 0.4 which is equal to 0.8. അപ്പൊ നമ്പർ ഓഫ് മോൾസ് കിട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് കിട്ടും. വെയിറ്റ് എന്താണ്? വെയിറ്റ് will be equal to molar mass, number of moles of Fe into molar weight of Fe which is equal to 0.8 into 56. 56 into 8 എന്ന് പറയുമ്പോൾ 400 plus 48, 448. അപ്പോൾ into 0.8 എന്ന് പറയുമ്പോൾ 44.8 grams. ഇത് മോൾ അനാലിസിസ് വെച്ചുള്ള മെത്തേഡ്. മറ്റേതൊന്ന് പറയാം. റൈറ്റ്? മാസ് അനാലിസിസ് എന്താണെന്ന് പറയാം. മാസ് അനാലിസിസിൽ നമ്മൾ നേരെ വെയിറ്റ് ആണ് തന്നേക്കുന്നത്, വെയിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഈ ഈക്വേഷന് നമ്മൾ മാസിന്റെ ടേംസിലൊക്കെ ഇന്റർപ്രേറ്റ് ചെയ്യും. 4 മോൾ Fe ആണ് 2 മോൾ Fe2O3 തരുന്നത്. അപ്പൊ നമുക്ക് ഡയറക്ട്ലി വെയിറ്റിന്റെ ടേംസിൽ പറഞ്ഞൂടെ? 4 into 56 gram Fe gives 2 into 160 gram Fe2O3. യൂണിറ്ററി മെത്തേഡ് യൂസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എത്രയാണ് വാട്ട് ഗിവ്സ് 64 gram? ഇതാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ യൂണിറ്ററി മെത്തേഡ്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്വസ്റ്റ്യൻ മാർക്ക് ഇസ് ഈക്വൽ ടു 64 into 4 into 56 divided by 2 into 160. ബേസിക്കലി ഐഡിയ എന്ന് പറഞ്ഞാൽ ഇത്രയുമാണ് നമുക്ക് 320 ഗ്രാം തരുന്നത്. അപ്പൊ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 into 56 divided by 320 gives me 1 gram iron oxide. Right? Fe2O3. അപ്പൊ 64 തരാനായിട്ട് എന്ത് വേണ്ടി വരും? into 64. So it will be 4 into 56 into 64 divided by 320, 80. मिल जाएगा. What is this? 0.7. 0.7 into 64, 420 plus 28, 448. അപ്പോൾ 0.7 ആവുമ്പം 44.8. Obviously same answer കിട്ടും, but one is through mass analysis method, the other original one method that we used was mole analysis. See you.